ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിങ്ങനെ ഒരു ഓട്ടം പോയി വരുന്ന വഴി കേട്ടോ. അപ്പോൾ ഞങ്ങളെ നാടിൻ്റെ ഒരു കാഴ്ച ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞങ്ങളെ നാട് എന്ന് പറഞ്ഞാൽ ചുറ്റും എസ്റ്റേറ്റാൽ മൂടപ്പെട്ട ഒരു ഏരിയയാണ്. എല്ലാ വശത്തും നല്ല തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ നടുവിലാണ് നമ്മളെ നാട്. അപ്പോൾ ദൂരെ നിന്നുള്ള ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടോക്കി. ശരാശരി ഒരു 1.5 കിലോമീറ്റർ മുകളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ വിഷ്വൽ പകർത്തുന്നത്. ആ താഴെ കാണുന്ന വീടുകളും സ്കൂളുകളൊക്കെയാണ് നമ്മളെ നാടിൻ്റെ എൻട്രൻസ് തുടക്കട്ടോ. ഒരു റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ്. റോഡിൻ്റെ മറുവശം ഫുള്ള് എസ്റ്റേറ്റ് മേഖലയാണ്. അതിൻ്റെ അങ്ങേ വശക്കും സ്വന്തം വീട് കാര്യങ്ങൾ തോട്ടങ്ങളൊക്കെ ആയിട്ടാണ്. നല്ല പച്ചപ്പരവതാനി വിരിച്ച പോലെ തേയിലത്തോട്ടങ്ങളാട്ടോ. അപ്പോഴേക്കും തേത്ത് വരുന്ന സമയമാണ്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തേയില പറിച്ചെടുക്കുന്ന സമയമാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയല്ലേ, നമ്മളെ നാട്ടിലൊക്കെ രാത്രി യാത്ര കൂടുതലും ഞങ്ങൾ ഒഴിവാക്കലാണ്. കാരണം വെച്ചാൽ ഈ വന്യമൃഗങ്ങളായ ആന മറ്റുള്ളതിൻ്റെയൊക്കെ ശല്യം കൂടുതലായതുകൊണ്ട് നമുക്ക് വളരെയധികം പ്രയാസമാണ്. അർദ്ധരാത്രിക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ടിൽ ഒരിക്കലും വരാൻ കഴിയില്ല. കാരണം എന്തായാലും മാനയെ കാണും. പെട്ടെന്ന് നമുക്ക് വണ്ടി തിരിക്കാനോ മറിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥക്കാരം. അപ്പോൾ ഞങ്ങൾ മാക്സിമം പുറത്ത് പോകണമെങ്കിൽ തന്നെ നമ്മളെ നാടിൻ്റെ ഇരുവശത്തായിട്ട് വലിയ വേറെ നാട്ടിലേക്ക് വരുന്ന വഴികളുണ്ട്. ഈ ആനശല്യം കുറവുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അതിലെ മാക്സിമം പോയിട്ട് വരാനുള്ളത്. ഇതിൽ പറഞ്ഞാൽ ഈ മലയോര പാതയിലൂടെ വരിക വെച്ചാൽ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മാക്സിമം നമ്മളെ നാട്ടിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ രാത്രി യാത്രയ്ക്കും ഈ ബൈക്കിനും ചെറുകിട വണ്ടിമ്മയ്ക്കും വരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഏറ്റവും നല്ല അതാണ്. കാരണം സേഫാണ്. നമ്മളെ നാട്ടിലേക്ക് വരുന്ന റോഡുകൾക്കും വളരെ ചെറിയ റോഡുകളാട്ടോ. ബസ്, ലോറി, എല്ലാ വലിയ വണ്ടികളും ഇതിൽ പാസ് ചെയ്യണം. നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മാക്സിമം എല്ലാവരും ഹോണടിച്ചിട്ടാണ് കൂടുതലും വരാറുള്ളത്. കാരണം വലിയ വണ്ടികൾ തമ്മിൽ രണ്ടും താഴ്ന്നും മേലൊന്നും വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല കൊടുക്കാൻ. അപ്പോൾ മാക്സിമം ആ ഡ്രൈവർമാർ ഈ ഓണുമേ മനസ്സിലാക്കൽ. അതിലുള്ള സ്പേസ് അനുസരിച്ച് നമ്മൾ മേലെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിൽ നമ്മൾ ഒതുക്കി കൊടുക്കില്ല. സ്ഥിരം വരുന്ന ലൈൻ ബസ്സുകൾ, മറ്റു സ്കൂൾ ബസ്സുകൾ, ഒരുപാട് വെഹിക്കിൾസൊക്കെ ഇതിൽ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ പാത ആയതുകൊണ്ട് കൂടുതൽ ആ ഡ്രൈവർമാർ നല്ല കെയർ ചെയ്തിട്ട് അതിലേക്കും വരാറുള്ളത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഓക്കെ.